ലൈംഗിക പീഡന പരാതിയിലാണ് മുൻകൂർ ജാമ്യം നേടി സിദ്ദിഖ് ഹൈക്കോടതിയിലെത്തിയത്. എന്നാൽ ആ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു എന്നാണ് ഇപ്പോഴത്തെ വാർത്ത. എസ് ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത് പറയൂ. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല എന്നുള്ളതാണ്. നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അതായത് നടൻ സിദ്ദിഖ് നേരത്തെ ഈ തിരുവനന്തപുരം സ്വദേശിനിയായ നടി നൽകിയ പരാതിയിൽ സിദ്ദിഖിനെതിരെ കേസെടുത്തിരുന്നു. ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് സിദ്ദിഖിനെതിരെ കേസെടുത്തത്. ഈ കേസിലാണ് ഇപ്പോൾ സിദ്ദിഖിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയത്. ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SKN ഇപ്പോൾ പുറത്തുവരുന്നത്. അടുത്ത ഘട്ടത്തിൽ നടപടി, അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയാനുള്ളത്. സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ഇതെല്ലാം. അതിൽ മറ്റ് പല നടന്മാർക്കും സംവിധായകർക്കും ഒക്കെ തന്നെ ജാമ്യം കിട്ടിയെങ്കിലും സിദ്ദിഖിന് ജാമ്യം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ സിദ്ദിഖിന്റെ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. നിയമവൃത്തങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നത് ഇനി സിദ്ദിഖിന്റെ മുന്നിലുള്ള പോംവഴി എന്താണ്? സുപ്രീം കോടതിയിൽ പോകണോ, മറ്റെന്താണ് വഴി? പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ ഉള്ളത്, സിദ്ദിഖിനെതിരെ തിരുവനന്തപുരം സ്വദേശിനിയായ നടി ഈ ഒരു പരാതി നൽകിയത് തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഈ നടിയുടെ പ്രധാനപ്പെട്ട പരാതി. ഈ പരാതിയിന്മേൽ കർശനമായ പരിശോധന നടന്നിരുന്നു. ചില തെളിവുകളൊക്കെ തന്നെ പോലീസിന് കിട്ടുകയും ചെയ്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പോലീസ് ഈ പരാതിയിന്മേൽ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയെ ഹൈക്കോടതിയിൽ വന്നപ്പോൾ എതിർത്തത്. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുകയുണ്ടായത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷൻ കർശനമായ എതിർപ്പ് രേഖപ്പെടുത്തി. കാരണം സിദ്ദിഖ് അവിടെ മുറിയെടുത്ത ദിവസം ഈ നടിയും അവിടെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവ് കിട്ടി എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. മാത്രമല്ല, അന്നേ ദിവസം ഈ നടി ഒരു ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ രേഖകളും ഈ അന്വേഷണ സംഘത്തിന് SKN കിട്ടുകയും ചെയ്തിരുന്നു. ആ ഒരു കാരണം കൂടി കണ്ടുകൊണ്ടാണ് നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഗുരുതരമായ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ വരുന്നത്. ഹൈക്കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. പീഡന പരാതിയിലാണ് മുൻകൂർ ജാമ്യം തേടി കേരള ഹൈക്കോടതിയിൽ സിദ്ദിഖ് എത്തിയത്. ആ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ശ്രീകാന്ത്, നിയമവൃത്തങ്ങളിൽ മറ്റെന്ത് നടപടികൾ ഇനി, അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാണ് ഇനി സിദ്ദിഖിൻ്റെ മുന്നിൽ വഴി തുറന്ന് കിടക്കുന്നത്? കാരണം സിദ്ദിഖിന് ഈ നിയമ പോരാട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല. അതേസമയം ഈ ഉയർത്തിയിരിക്കുന്ന പരാതി വളരെ ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. SKN സിദ്ദിഖിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്, മറ്റ് നടന്മാർക്കെതിരെ വന്നത് ലൈംഗിക അതിക്രമ പരാതിയാണ്. അത് അത്ര ഗുരുതരമായ സ്വഭാവത്തിൽ ഉള്ളതല്ല. 354 IPC ആണ് മറ്റാളുകൾക്കെതിരെ രേഖപ്പെടുത്തിയിരുന്നത്. ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ വെർബൽ അബ്യൂസ്, അല്ലെങ്കിൽ കടന്നു പിടിക്കൽ, അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് അവർക്കെതിരെ ഉയർന്നത്. പ്രോസിക്യൂഷൻ അക്കാര്യത്തിൽ, മുകേഷിന്റെ കാര്യത്തിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കേസ് വന്നു. ഇടവേള ബാബുവിന്റെ കേസ് വന്നു. പല ആളുകളുടെയും കേസ് വന്നപ്പോൾ, മണിയൻ പിള്ള രാജുവിന്റെ കേസ് വന്നു. അപ്പോഴൊക്കെ പ്രോസിക്യൂഷൻ എടുത്ത നിലപാട് അത് സ്വാഭാവികമായും ജാമ്യം കിട്ടുന്ന കേസാണ് എന്നുള്ളതായിരുന്നു. ഒപ്പം ജയസൂര്യയുടെ ഹർജി ഇന്നലെ ഹൈക്കോടതിയിൽ വന്നപ്പോഴും പ്രോസിക്യൂഷൻ എടുത്ത നിലപാട് അത് ജാമ്യം കിട്ടുന്നതാണ്, അത് ഈ ലൈംഗിക അതിക്രമമാണ് എന്നുള്ളതാണ്. അതിനാൽ തന്നെ ജാമ്യത്തിൽ അവർ പോവുകയും ചെയ്തു. ഇതുവരെ ഒരാൾക്കും ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ നടൻ സിദ്ദിഖിന്റെ കാര്യത്തിൽ സാഹചര്യം വ്യത്യസ്തമാണ്. അവിടെ ലൈംഗിക അതിക്രമ പരാതിയല്ല വന്നത്, ലൈംഗിക പീഡന പരാതിയാണ്. ഒപ്പം ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകളും നടൻ സിദ്ദിഖിനെതിരെ ചുമത്തിയിരുന്നു. അത് ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. താഴെ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടില്ല എന്ന് 100% ഉറപ്പായതിന് പിന്നാലെയാണ് നടൻ സിദ്ദിഖ് ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി എത്തുന്നത്. അവിടെയും സിദ്ദിഖിന് ഇപ്പോൾ തിരിച്ചടി നേരിട്ടു. നിയമവൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് അപ്പീൽ പോവുക എന്നല്ലാതെ അദ്ദേഹത്തിന് മുന്നിൽ മറ്റു പോംവഴികളില്ല.
പോലീസ് അറസ്റ്റ് ചെയ്യലിലേക്ക് കടന്നാൽ, പോലീസ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സിദ്ദിഖിന് കനത്ത തിരിച്ചടിയാകും. ജയിലിൽ കഴിയേണ്ടി വരും. എന്താണ് തുടർ നടപടികൾ, എന്താണ് മറ്റ് കാരണങ്ങൾ, കാര്യങ്ങൾ എന്നത് സംബന്ധിച്ച് ഇനിയും വിവരങ്ങൾ, വിശദാംശങ്ങൾ കോടതി ഉത്തരവ് വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ ജാമ്യ ഹർജി തള്ളാനുണ്ടായ കാരണം എന്താണ് എന്ന് കോടതി എന്തായാലും ഈ ഉത്തരവിൽ പറയും. പക്ഷേ ആദ്യ കേസായി പരിഗണിച്ച് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നു എന്നുള്ളതാണ് സിംഗിൾ ജഡ്ജ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സിദ്ദിഖിന് ഒളിവിൽ പോവുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു പോംവഴിയുമില്ല. അല്ലെങ്കിൽ പോലീസ് അറസ്റ്റിലേക്ക് കടക്കും, നടന് ജയിലിൽ കഴിയേണ്ടി വരും. നടൻ സിദ്ദിഖിന്റെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചോ? ശ്രീകാന്ത്, എന്താണ് വിവരം? അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ പറയൂ. അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. അതൊരു സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. കാരണം ഇത്ര വലിയ ഗുരുതരമായ ഒരു കേസിൽ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ അദ്ദേഹം സംസാരിക്കാനുള്ള സാധ്യത തുലവും തുച്ഛമാണ്. പക്ഷേ അദ്ദേഹത്തെ ബന്ധപ്പെടാനുള്ള ശ്രമം നമ്മൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഏത് തരത്തിൽ അദ്ദേഹം പ്രതികരിക്കും എന്നറിയില്ല. അദ്ദേഹത്തിന് തൽക്കാലം മാധ്യമങ്ങളെ കാണാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അത് സ്വാഭാവികമായ കാര്യമാണ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യും. അദ്ദേഹത്തിന്റെ മുന്നിൽ ഇനി രണ്ടേ പോംവഴിയേ ഉള്ളൂ. ഒന്ന് ഒളിവിൽ പോവുക, ഒളിവിൽ ഇരുന്നു കൊണ്ട് അപ്പീൽ പോവുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് മുമ്പാകെയുള്ള പോംവഴി. ഇല്ലെങ്കിൽ അറസ്റ്റിന് വഴങ്ങി ജയിലിലേക്ക് പോവുക. ഈ രണ്ട് വഴിയല്ലാതെ അദ്ദേഹത്തിന് മുന്നിലില്ല. മാധ്യമങ്ങളോടടക്കം പരസ്യമായി രംഗത്ത് വന്ന് സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. വിളിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുമില്ല. അദ്ദേഹം ഫോണിൽ അദ്ദേഹത്തെ കിട്ടുന്നതുമില്ല. ഇസ്കൈൻ, തീർച്ചയായിട്ടും ശ്രീകാന്ത്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ വളരെ ചുരുക്കം വഴികൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ പോലും സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാൻ അദ്ദേഹം ശ്രമിക്കുമെന്നാണോ? നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? കാരണം എന്തായാലും അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ട്. അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി അപ്പീൽ പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയെ ശരണം പ്രാപിക്കുക എന്നൊരു വഴി അദ്ദേഹം തിരഞ്ഞെടുക്കാൻ സാധ്യത കാണുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരുമായിട്ട് അങ്ങനെ ബന്ധപ്പെടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? തീർച്ചയായും അപ്പീൽ പോകും എന്നുള്ള വിവരം തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്നത്. എസ്കെൻ, ഈ വിധി വന്നിട്ട് ഏതാനും മിനിറ്റുകൾ മാത്രമേ ആകുന്നുള്ളൂ. അഭിഭാഷകർ കോടതിയിൽ നിന്നും പുറത്തേക്ക് വരണം. അതിനുശേഷം മാത്രമേ അവരുടെ പ്രതികരണം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കിട്ടുന്ന വിവരമനുസരിച്ച് അപ്പീലിനുള്ള നടപടികൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സുപ്രീം കോടതിയിലേക്ക് എത്രയും വേഗം അപ്പീൽ നൽകുക, സുപ്രീം കോടതിയിൽ അപ്പീൽ ചൂണ്ടിക്കാട്ടി തൽക്കാലം അറസ്റ്റ് ഒഴിവാക്കി നിർത്തുക, അത്രയും സമയത്തേക്കെങ്കിലും ഒരു നോട്ട് ടു അറസ്റ്റെങ്കിലും വാങ്ങി അറസ്റ്റ് ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് നടൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന ഒരു വിവരം, ഇന്നലെ രാത്രി വരെ നടൻ സിദ്ദിഖ് പടമുകളിലെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതായത് കാക്കനാട് പടമുകളിലെ സിദ്ദിഖിന്റെ വീട്ടിൽ അദ്ദേഹം ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് എസ്കെയിന് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം, അപ്പീൽ പോകുന്നതിനുള്ള നീക്കം അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ സ്വാഭാവികമായി അതല്ലാതെ മറ്റു പോംവഴികളില്ല. ഏതാനും മിനിറ്റുകളെ ആയിട്ടുള്ളൂ ഈ വിധി വന്നതിന് ശേഷം. ഇനി തുടർ നടപടി അപ്പീൽ എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറസ്റ്റിന് വഴങ്ങി ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം വരും. തൽക്കാലം അതിന് അദ്ദേഹം വഴങ്ങുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ രാത്രി വരെ കാക്കനാട് പടമുകളിലെ വീട്ടിൽ ഉണ്ടായിരുന്ന സിദ്ദിഖിനെ ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത.